ശ്യാം കാന്തപുരാണേ. ഇന്ന് പൊന്നാങ്കണ്ണി ചീര കൊണ്ടേ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്കാം. ഇത് എൻ്റെ വീട്ടിലെ പൊന്നാങ്കണ്ണി ചീരയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്തോ. അപ്പോൾ ഞാനെൻ്റെ പൊന്നാങ്കണ്ണി ചീരയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇളന്ന തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാവും, മൂത്ത തണ്ട് കട്ട് ചെയ്യരുത്. എടുത്ത പൊന്നാങ്കണ്ണി ചീര നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പൊ പൊന്നാങ്കണ്ണി ചീര കാഴ്ചശക്തി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. മൂത്ത തണ്ടൊക്കെ ഉണ്ട്, ഒഴിവാക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചെരുവേത്, സവാള, പിന്നെ പച്ചമുളക്. അപ്പൊ നമ്മൾ പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പൊന്നാങ്കണ്ണി ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. മൂത്ത് പോയ ചീരയൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. വേകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ ഉള്ളി, പച്ചമുളക്, തേങ്ങാപ്പീര് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീര വേകുമ്പോഴത്തേനെ 2 മുട്ട എടുത്തിട്ട് ഉടച്ചു വെക്കാം. നമ്മൾ ഏകദേശം ചീര ഒന്ന് റെഡി ആയിട്ട് വന്നിട്ട് നല്ല ചുവന്ന കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളകി കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഉടച്ച വച്ച മുട്ടയൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ പൊന്നാങ്കണ്ണി ചീര ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കണ്ണിനും കാതിനും കാഴ്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. നല്ല ചൂടുണ്ട്. സൂപ്പറാണ്, സൂപ്പർ അടിപൊളിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.